ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി ചിക്കൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. പെപ്പർ ചിക്കനാണ് കേട്ടോ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലീസിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. ഇൻസ്റ്റഗ്രാം കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോഴേക്കും ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ചെറുതായിട്ടൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം മാത്രം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും. അത് നന്നായി വാടി വന്നതിന് ശേഷം അതിലേക്ക് 2 പച്ചമുളക് നീളത്തിലരിഞ്ഞതും 2 സവാള നീളത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി വാട്ടിയെടുക്കാം. സവാളയൊക്കെ നന്നായി വാടി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം ജീരകപ്പൊടി, 1 ടീസ്പൂണോളം ഗരം മസാല, 2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായി വാട്ടിയെടുക്കാം. കുരുമുളക് പൊടി ഇനി ആവശ്യമുണ്ടെങ്കിൽ ലാസ്റ്റ് ആകുമ്പോഴേക്കും നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. അത് നന്നായി വാടി വന്നതിന് ശേഷം ഒരു തക്കാളി നീളത്തിലരിഞ്ഞതും പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 250 ഗ്രാമോളം ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ആ മസാലയൊക്കെ ചിക്കനിൽ പിടിക്കുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചിക്കൻ നന്നായി വെന്ത് വരണ വരെ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഞാനിതിലേക്ക് ചിക്കൻ നല്ല വലിയ പീസാക്കി തന്നെയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അത് ചെറിയ പീസാക്കി ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്താലും മതിയാകും. അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായി വെന്ത് മസാലയൊക്കെ പിടിച്ച് നല്ല കറുത്ത കളറിൽ തന്നെ വന്നിട്ടുണ്ട്. ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്ന അതേ സ്വാദിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ കറി റെഡി ആയിട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.